നമ്മുടെ ലാലേട്ടനെന്നും വിസ്മയമാണല്ലേ. എങ്കിൽ ഒന്നുകൂടി വിസ്മയിക്കാൻ ഒരുങ്ങിക്കോളൂ. നെഞ്ചു വിരിച്ച് നമ്മുടെ ലാലേട്ടൻ, അതായത് ഓവർസീസ് കളക്ഷനിൽ അജിത്തിനെയും സൽമാൻ ഖാനെയും കമൽഹാസനെയൊക്കെ മലർത്തിയടിച്ച് മോഹൻലാൽ. ബോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ചിത്രമായ ചാവയാണ് മോഹൻലാലിന് പിന്നിൽ 3-ാം സ്ഥാനത്ത്. മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഒന്ന് പുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. 2025 ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു മികച്ച വർഷമായിരുന്നു. കാരണം നിരവധി സിനിമകൾ ബോക്സ് ഓഫീസിൽ 100 കോടിക്ക് മുകളിൽ കൊയ്തു. ഇന്ത്യയിലെ ഇതുപോലെ തന്നെ ഓവർസീസ് മാർക്കറ്റുകളിലും പല സിനിമകളും റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. ഇപ്പോഴിതാ ഓവർസീസിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. മലയാളത്തിലെ സ്വന്തം മോഹൻലാൽ ആണ് ആ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് എന്നുള്ളത് ലാലേട്ടൻ ആരാധകർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. $16.90 മില്യൺ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്തിയ എമ്പുരാനാണ് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത്. തൊട്ടു പിന്നിലായി 2-ാം സ്ഥാനത്ത് മോഹൻലാലിൻ്റെ തന്നെ ഫാമിലി ഡ്രാമ ചിത്രം തുടരും ഇടം പിടിച്ചിട്ടുണ്ട്. $11.01 മില്യൺ തുടരും ഓവർസീസ് മാർക്കറ്റുകളിൽ നിന്ന് നേടിയത്. ബോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രമായ ചാവയാണ് 3-ാം സ്ഥാനത്ത്. $10.30 മില്യൺ സിനിമയുടെ ഓവർസീസിൽ നിന്നുള്ള സമ്പാദ്യം. ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 807.88 കോടി രൂപയാണ്. ഈ ലിസ്റ്റിലെ ആദ്യ 10-ൽ ഇടം പിടിച്ച മലയാള സിനിമകൾ എമ്പുരാനും തുടരും മാത്രമാണ്. ഹൗസ്ഫുൾ 5, ഗുഡ് ബാഡ് അഗ്ലി, സിത്താരെ സമീൻ പർ, സിക്കന്ദർ, തഗ് ലൈഫ്, വിടാമിർച്ചി തുടങ്ങിയ പല ചിത്രങ്ങളും ആദ്യ 10-ലുണ്ട്. നിലവിൽ അമീർ ഖാന്റെ ചിത്രമായ സിത്താരെ സമീൻ പർ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നതിനാൽ തൊട്ട് മുൻപിലുള്ള ഹൗസ്ഫുൾ 5-നെയും ഗുഡ് ബാഡ് അഗ്ലിയെയും ഉടൻ മറികടക്കുമെന്നാണ് പ്രതീക്ഷ. ഏതായാലും ലാലേട്ടൻ്റെ ഒരു മികച്ച ചിത്രത്തിന്, അതായത് 2 മലയാള ചിത്രങ്ങൾ ഓവർസീസ് കളക്ഷനിൽ ഇത്രയേറെ ഒരു വലിയ നേട്ടം കൈവരിച്ചതിന് മലയാളികളായ നാം സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അഭിമാനിക്കാം. അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്താമെന്ന പ്രതീക്ഷയോടെ ഇവിടെ നിർത്തുന്നു.